ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിനെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അത് 3 ടൈപ്പ് ഉണ്ട്: ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു. ഇങ്ങനെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉള്ളത്. നമ്മുടെ സിലബസിൽ ബ്രേക്കും കണ്ടിന്യൂ മാത്രമേ മെൻഷൻ ചെയ്യുന്നുള്ളൂ, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യുന്നില്ല. ഈ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് ഒരുപാട് പ്രോഗ്രാംസ് എഴുതി കാണും. ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഒരുപാട് ഫ്രീഡം തരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. വളരെ ഈസി ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ വരുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് എററൊന്നും ഇല്ലാതെ കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടുന്ന രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ നല്ല ഒരു എക്സിക്യൂഷനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വലിയ പ്രോഗ്രാംസൊക്കെ എഴുതുമ്പോൾ, ഒരു 3-4 പേജൊക്കെ ഉള്ള അങ്ങനത്തെ വലിയ ലെങ്തി ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ എഴുതുമ്പോൾ അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല കമ്പൈലർ ഉദ്ദേശിക്കുന്ന ലോജിക്ക്. അതായത് ലോജിക്കൽ എറർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുമ്പോൾ. നമ്മൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പേജിലുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമൊക്കെയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എഴുതുന്നതെങ്കിൽ അതിൽ വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് തന്നെയായിരിക്കും കമ്പൈലർ ഉദ്ദേശിക്കുന്നത്. അവിടെ ലോജിക്കൽ എറർ ഒന്നും വരത്തില്ല. പക്ഷേ അതേസമയം വലിയ പ്രോഗ്രാംസ് എഴുതുന്ന സമയത്ത് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ലോജിക്കൽ എറർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെല്ലാം പറയുന്നുമുണ്ട് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് പ്രോഗ്രാം എഴുതാൻ പാടില്ല എന്ന് തന്നെ വളരെ ക്ലിയർ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെല്ലാം പറയുന്നുണ്ട്. പ്രൊഫഷണൽ പ്രോഗ്രാമേഴ്സും സാധാരണ അങ്ങനെ പറയുന്നുണ്ട്. വേറെ ഒരു നിവൃത്തി ഇല്ലെങ്കിൽ മാത്രമേ ഗോ ടു ഉപയോഗിക്കാറുള്ളൂ. എന്നാൽ പോലും സിൻറ്റാക്സ് എറർ അല്ല, ലോജിക്കൽ എറർ വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. ലോജിക്കൽ എററിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലോജിക്കൽ എറർ ആണെങ്കിൽ അത് കമ്പൈലറിന് കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ലോജിക്കൽ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ ലോജിക്കിലുള്ള മിസ്റ്റേക്ക് ആണല്ലോ. കമ്പൈലർ അത് എക്സിക്യൂട്ട് ചെയ്യും, നമുക്കൊരു സൊല്യൂഷൻ തരുകയും ചെയ്യും, റിസൾട്ട് തരികയും ചെയ്യും. പക്ഷേ ആ റിസൾട്ട് കറക്റ്റ് ആയിരിക്കണമെന്നില്ല, ഒരു തെറ്റായ റിസൾട്ട് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസറായിട്ട് തരുന്നത്. നമുക്ക് തന്നെ അറിയത്തില്ല അതാണോ റിസൾട്ട് എന്ന് നമുക്കും അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോജിക്ക് ആയിരിക്കത്തില്ല കമ്പൈലർ മനസ്സിലാക്കിയെടുക്കുന്ന ലോജിക്ക്. അങ്ങനെ ലോജിക്കൽ എറേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മുടെ സിലബസിലാണെങ്കിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് മെൻഷൻ ചെയ്യുന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പഠിക്കേണ്ടത് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റുമാണ് നമുക്ക് ഈ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൾറെഡി നമ്മൾ ഉപയോഗിച്ച ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റൊക്കെ എഴുതിയപ്പോൾ എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. അതെന്തിനാണ് യൂസ് ചെയ്തത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചില്ല എങ്കിലുള്ള എക്സിക്യൂഷൻ എങ്ങനെയാണ് എന്നെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ അതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആ വീഡിയോ എടുത്തു വെച്ച് നിങ്ങളൊന്നും കൂടെ കണ്ടാൽ മതി, മനസ്സിലാവും എന്തിനാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനാണ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിലും അത് ബാക്കിയുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിലും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിലൊക്കെ നമുക്ക് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം, ആവശ്യമാണെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതെല്ലാം സ്പെഷ്യൽ കേസിലേ വരത്തുള്ളൂ. അല്ലാതെ നോർമലായിട്ടുള്ള കേസിൽ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. എന്നാലും ഈ വൈൽ സ്റ്റേറ്റ്മെൻറ്റിന് ഫോർ ലൂപ്പ് വരുമ്പോഴെല്ലാം വൈൽ ലൂപ്പും ഫോർ ലൂപ്പിലും എല്ലാം ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 1-2 എക്സാമ്പിൾസാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അത് സിൻറ്റാക്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സാധാരണ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ആയിരിക്കും കൊടുക്കുന്നത്. ഒരു ഇഫിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ കാണും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അങ്ങനെ സാധാരണ കൊടുക്കാനൊക്കത്തുള്ളൂ. ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് വന്നാൽ, ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു വൈൽ ലൂപ്പിൻ്റെ അകത്താണ് അത് എക്സിക്യൂട്ട് ആവുന്നതെങ്കിൽ നമ്മൾ ആ എക്സിക്യൂഷൻ അവിടെ വച്ച് സ്റ്റോപ്പ് ചെയ്യും. അതായത് എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നോക്കുക, സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളത്. അപ്പം നോർമലായിട്ടുള്ള വർക്കിങ്ങിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് എപ്പോഴും ഫാൾസ് ആയിരിക്കും. നോർമലായിട്ടുള്ള എക്സിക്യൂഷനിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തില്ല. ഈ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ 3-ാമത്തെ 4-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും അത് സാധാരണ രീതിയിൽ എക്സിക്യൂട്ട് ആവുന്നത്. കാരണം ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വെച്ച് ഈ ഒരു കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയാണെങ്കിലാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നത്. അങ്ങനെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആവും. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അവിടെ വെച്ച് ആ ലൂപ്പ് അങ്ങ് സ്റ്റോപ്പായി ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ലൂപ്പ് പിന്നെ കണ്ടിന്യൂ ചെയ്യത്തില്ല. ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ വെച്ച് ലൂപ്പ് അങ്ങ് ടെർമിനേറ്റ് ആവും.
ആ എക്സിക്യൂഷൻ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ലൂപ്പ് അങ്ങ് ടെർമിനേറ്റ് ആവും. എന്നിട്ട് ലൂപ്പിന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് അകത്തും ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സിറ്റുവേഷനിലായിരിക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. ആ സമയത്ത് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ആയാൽ അവിടെ വച്ച് അത് സ്റ്റോപ്പ് ആവും, ടെർമിനേറ്റ് ആവും. ആ ലൂപ്പ് ടെർമിനേറ്റായി ലൂപ്പിൽ നിന്ന് പുറത്ത് വന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ലൂപ്പിനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് ടെർമിനേറ്റ് ചെയ്യാൻ, അതായത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് അത് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം സ്പെഷ്യൽ കേസിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫോർ ലൂപ്പിലും ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. ഇവിടെയും ഇഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് അകത്തായിരിക്കും ബ്രേക്ക് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കേസിലായിരിക്കും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നതും ആ സമയത്ത് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുന്നതും. അത് എക്സിക്യൂട്ട് ആയാൽ ഇവിടെ വെച്ച് അത് എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവും. പിന്നെ അതിന് താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇവിടെ വെച്ച് അത് ടെർമിനേറ്റ് ആയിട്ട് ലൂപ്പ് ടെർമിനേറ്റ് ആയിട്ട് ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതേസമയം ഇപ്പോൾ ഇവിടെ ഞാൻ വേറൊരു സിറ്റുവേഷൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നെസ്റ്റഡ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് പിന്നെ ഒരു ഫോർ ലൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് പിന്നെ ഒരു ഫോർ ലൂപ്പ് വരുന്ന അറേഞ്ച്മെൻറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, എന്നിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. സപ്പോസ് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വെച്ച് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുകയും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. ആ സമയത്ത് ടെർമിനേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇത് ഇവിടെ വെച്ച് ടെർമിനേറ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ ലൂപ്പ് ഏത് ലൂപ്പിലാണോ ആ ബ്രേക്ക് വരുന്നത് ആ ലൂപ്പിൽ നിന്നായിരിക്കും പുറത്തിറങ്ങുന്നത്. ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ വെച്ച് ഈ ബ്രേക്ക് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങി പിന്നെ ബാക്കിയുള്ള ഈ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഫോർ ലൂപ്പിൻ്റെ ബാക്കിയായിട്ടുള്ള ഈ ഫോർ ലൂപ്പിൻ്റെ ലൂപ്പ് ബോഡിക്കകത്ത് വരുന്ന ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് എവിടെയാണോ ബ്രേക്ക് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അവിടെ നിന്ന് ടെർമിനേറ്റായി പുറത്തിറങ്ങുന്ന ആ പർട്ടിക്കുലർ ലൂപ്പ് അതിൽ നിന്ന് മാത്രമേ അത് പുറത്തിറങ്ങൂ. അല്ലാതെ ഉള്ള എല്ലാ ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങി ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും എന്നല്ല മീനിങ്. ഏത് പർട്ടിക്കുലർ ലൂപ്പിൻ്റെ അകത്താണോ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതിൽ നിന്ന് മാത്രം ടെർമിനേറ്റ് ആയി ആ ലൂപ്പ് ടെർമിനേറ്റ് ആയി ആ ലൂപ്പിൽ നിന്ന് മാത്രമേ അത് പുറത്തിറങ്ങൂ. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് രണ്ടെണ്ണം എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും തിരിച്ച് ഇവിടെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ആയി പൊയ്ക്കോളും. അപ്പോൾ അതാണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അടുത്തത് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ബ്രേക്ക് പോലെ തന്നെ, പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ വേറെയാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു എക്സിക്യൂഷനാണ് ഇതിലുള്ളത്. ഇതിലും നമ്മൾ സാധാരണ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആകത്തുള്ളൂ. ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ അവിടെ വെച്ച് ആ എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പായിട്ട് ആ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. അതായത് ഇവിടെ വെച്ച് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ആയിട്ട് പിന്നെ താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 3, 4 ഒന്നും എക്സിക്യൂട്ട് ആവത്തില്ല. ഇവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ച് ആ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകും. അതായത് ഇവിടെ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക എന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അത് ട്രൂ ആണെങ്കിൽ പിന്നെയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഇവിടെ ബ്രേക്ക് ആയിരുന്നു വന്നിരുന്നെങ്കിൽ ഇവിടെ വെച്ച് ടെർമിനേറ്റ് ആയിട്ട് ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയേനെ. പക്ഷേ ഇതിവിടെ കണ്ടിന്യൂ എന്നാണ് വന്നത്. ഈ കണ്ടിന്യൂ വന്നാൽ അവിടെ വെച്ച് ലൂപ്പ് സ്റ്റോപ്പായിട്ട് അതിൻ്റെ ബിഗിനിങ്ങിലോട്ട് അത് തിരിച്ച് പോകും. ബിഗിനിങ്ങിലോട്ടെന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുക, എന്നിട്ട് ട്രൂ ആണെങ്കിൽ പിന്നെയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന ആ ഒരു എക്സിക്യൂഷനിലോട്ട് പോകും. അതുപോലെ തന്നെ ഡു വൈൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ അകത്തും ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെയും ബിഗിനിങ്ങിലോട്ടല്ല പോകുന്നത്, ഇതിവിടെ സത്യം പറഞ്ഞാൽ എൻഡ് എന്ന് പറയുന്ന പോർഷനിലോട്ടാണ് പോകുന്നത്. എന്തായാലും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഡു വൈലാണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് നേരെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് പോകും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തില്ല. സ്റ്റേറ്റ്മെൻറ്റ് 3ഉം 4ഉം എക്സിക്യൂട്ട് ചെയ്യാതെ കണ്ടീഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ട്രൂ ആണ് എങ്കിൽ പിന്നെയും അത് ആദ്യം മുതലുള്ള എക്സിക്യൂട്ട് ആവുന്ന രീതി. അപ്പോൾ അതാണ് കണ്ടിന്യൂ എന്ന് പറയുന്നത്. ഇതേ സംഭവം ഫോർ ലൂപ്പിലാണെങ്കിൽ വരുന്നതെങ്കിൽ ഇവിടെ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ആവുന്നെങ്കിൽ അവിടെ വെച്ച് എക്സിക്യൂഷൻ സ്റ്റോപ്പ് ആവുന്നു, എന്നിട്ട് നേരെ ഇൻക്രിമെൻറ്റിലോട്ടായിരിക്കും പോകുന്നത്. ഇവിടെ കണ്ടീഷനിലോട്ടല്ല പോകുന്നത്, ഇവിടെ ഇൻക്രിമെൻറ്റിലോട്ടായിരിക്കും അത് പോകുന്നത്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് നേരെ അത് ഇൻക്രിമെൻറ്റിലോട്ട് പോകും. ആ വേരിയബിളിനെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് പിന്നെ അത് കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ പിന്നെയും അത് ലൂപ്പ് ബോഡിക്കകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന രീതിയിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫോർ ലൂപ്പിൻ്റെ അകത്താണ് ഈ കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എങ്കിൽ അവിടെ വെച്ചത് സ്റ്റോപ്പായിട്ട് നേരെ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിലോട്ടായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ പോകുന്നത്. ആ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇതാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ
എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരുപാട് പ്രോഗ്രാംസ് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് ലൂപ്പ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എല്ലാ പ്രോഗ്രാംസും ഒന്നും എന്തായാലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ തന്നെ സ്വയം ടെക്സ്റ്റ് ബുക്കിൽ നോക്കി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോ മുതൽ നമുക്ക് അറേസ് പഠിച്ചു തുടങ്ങാം. സെക്കൻഡ് മോഡ്യൂളിലെ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അറേസ് എന്ന് പറയുന്നത്. അത് സെക്കൻഡ് മോഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തേർഡ് മോഡ്യൂളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ കമ്പൈൻ ചെയ്തായിരിക്കും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അടുത്ത വീഡിയോ മുതൽ നമ്മൾ അറേസ് ആയിരിക്കും പഠിച്ചു തുടങ്ങുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.